ഹലോ ഗൈസ്, നമ്മൾ വന്നിട്ടുള്ളത് ഊട്ടി വീഡിയോ പാർട്ട് 3 ആയിട്ടാണ്. ഇതിന്റെ മുമ്പ് 2 വീഡിയോ ആയിട്ടുണ്ട്. അത് കാണാത്തപോലെ ആണെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും, അല്ലെങ്കിൽ മോൾ ഐക്കാർഡിൽ കൊടുക്കും. അപ്പൊ ഗൈസ്, ഇന്ന് പാർട്ട് 3 കർണാടക പാർക്കിലാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഈ പാർക്കിന് ബൊട്ടാണിക്കൽ ഗാർഡൻ എന്ന പേരുണ്ട് കേട്ടോ. നമ്മൾ ആദ്യം ഗാർഡന്റെ മുൻഭാഗം കാണാം, പിന്നെ നമുക്കൊന്ന് കുറച്ച് സ്ട്രീറ്റുകൾ പോകുന്ന വെഹിക്കൽ സ്ട്രീറ്റുകൾ കാണാം. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം നിർത്തുന്നത് ഈ ഒരു ചോറുവയിലാണ്. നമുക്ക് ബാക്കി തുടരാം. നമ്മൾ ചോറ് വെച്ച് നിർത്തിയത് ഇതിന്റെ അടുത്തുള്ള ഒരു പാർക്കിംഗ് ഏരിയയിലാണ്. ഇവിടെ വേറെ ആൾക്കാരൊക്കെ ചോറ് നിന്നാ കണ്ടിനി. അപ്പൊ ഗൈസ്, കർണാടക പാർക്കിന്റെ മുൻഭാഗത്ത് ഗേറ്റ്. ഇതിന്റെ പേരാണ് കർണാടക ശ്രീ ഹോർട്ടിക്കൾച്ചർ ഗാർഡൻ എന്നാണ് ഇതിന്റെ പേര്. അപ്പൊ ഗൈസ്, നമ്മൾ ഇവിടെ എത്തിയപ്പോ നല്ല ആൾക്കാരുടെ പാർക്കിംഗ് ഏരിയയിലൊക്കെ സ്ഥലമുണ്ട്, എന്നാലും നല്ല ആൾക്കാരുണ്ട്. നമ്മൾ ഇതിന് മുമ്പ് ഒന്ന് ടീ ഫാക്ടറിയിൽ പോയി. ഇവിടെ പോയത് നമ്മളിപ്പോ ഇടുന്നില്ല, ഇതിന് മുമ്പ് ഇട്ടതാണ്. ആ വീഡിയോ എല്ലാവരും കാണണം. ഞാൻ ഐക്കാർഡിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം, എല്ലാവരും പോയി കാണണം, ലൈക്ക് ഒക്കെ ചെയ്യണം. ആ വീഡിയോ നിങ്ങൾക്ക് പറ്റ കുറവേനി, റീച്ച് വളരെ കുറവേനി. അപ്പൊ എല്ലാരും ആ വീഡിയോ പോയൊന്ന് കാണണം. അപ്പൊ നമ്മൾ ഇതിന്റെ ഉള്ളിൽ കയറുന്നതിന് മുമ്പ് സ്ട്രീറ്റുകൾ കാണിച്ചു പറഞ്ഞു. അതിന്റെ ഇടയിൽ ഒരു കടയിൽ കയറിയതാണ്. അവിടെ മൊത്തം പഴയ പൈസകളും പല രാജ്യത്തെ ഓരോ പൈസകളാണ്. പഴയ 100 രൂപ 500 രൂപ എല്ലാം ഉണ്ട്. 6 രൂപേൻ്റെതൊക്കെ ഉണ്ട്, റിയാല് അങ്ങനത്തെ എല്ലാം ഉണ്ട്. അതിന്റെ മുമ്പ് നമ്മൾ നിസ്കരിച്ചാൻ ഒരു പള്ളി കയറി. അവിടുത്തെ കുട്ടികൾ അവിടെ മദ്രസയിലുണ്ട്, പണ്ടത്തെ മാതിരി. കർണാടകയാണ് മദ്രസ, അതാണ് അവിടെ സ്ട്രീറ്റ്. ഓണ വെഹിക്കൽ ജിമ്നി കണ്ടതിന്റെ സൗണ്ട് ആണ് അത്. പിന്നെ ഇവലപ്പല്ല പോകുന്നത്. ഓരോ വണ്ടിന്റെ എണ്ണവും അതിന്റെ കളറുമാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. ഓരോന്നിന്റെ എണ്ണം കളറും ഒക്കെ എടുത്തിട്ടുണ്ടോ. ഗൈസ്, നമ്മൾ അന്ന് ആ ടീ ഫാക്ടറി എടുത്തപ്പോ അവിടുത്തെ കോടന്റെ സംഭവങ്ങൾ നിർത്തിയില്ലേനി. കോട അവിടെ ഒരു തൂക്കുപാലുണ്ട്, അങ്ങനത്തെ എല്ലാ പാലങ്ങളും കുറെ റൈഡുകളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്കൊന്ന് കണ്ടോക്കാം. ഇവിടെ നല്ല തണുപ്പായോണ്ട് ഇവിടെ വള്ളത്തോണ്ടില്ല ഒരു സ്ലൈഡ് ഒന്നുമില്ല. ഒക്കെ നേരെ സ്പോഞ്ച് അല്ലെങ്കിൽ റബ്ബർ ക്യൂക്ക് അത്രേ ഉള്ളൂ. നമ്പർ ഈ വെള്ളമായിട്ട് ഒന്നും ഇല്ല കേട്ടോ. ഗൈസ്, അപ്പൊ ഇതാണ് ടീ ഫാക്ടറി. ഇപ്പൊ ഒന്നും കൂടി കുറച്ച് അപ്ഡേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ കാണിക്കാനേ പ്രാവശ്യം പോയ നാട്ടിൽ ഒന്ന് പാർക്കിംഗ് ഏരിയ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൊണ്ടുവന്ന് കുറച്ച് കൂട്ടിക്കാണ്. അപ്പൊ ഗൈസ്, നമുക്ക് അവിടുന്ന് ഇങ്ങനത്തെ ഒരു ബാൻഡ് കിട്ടും. ഇത് അവിടുത്തെ ഡഡോബാട്ട ടീ ഫാക്ടറിത്തെ ഇതാണ്. അപ്പോൾ അവിടെ കയറാൻ 10 രൂപയുള്ളൂ നമ്മളെ ടിക്കറ്റ് ചാർജ്. ഗൈസ്, നമ്മൾ തിരിച്ച് കർണാടക പാർക്കിൽ തന്നെ വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മള് അതിലൊക്കെ കയറാൻ പോവാണ്. നമ്മളൊന്ന് അടിക്കൊന്ന് ഇറങ്ങി പോകരുത്, ഈ റോഡില്ലാത്തവർക്ക് കൂടെ ഇറങ്ങി പോവാം. അപ്പൊ ഗൈസ്, നമ്മൾ താഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. താഴത്തേക്ക് ഇറങ്ങിയപ്പോ ഒരു പാട്ടൊക്കെ പാടിയിട്ടുണ്ട്. അപ്പൊ ഗൈസ്, നമുക്ക് താഴത്തേക്ക് ഇറങ്ങി നോക്കാം. അപ്പൊ ഗൈസ്, ഇതാണ് അതിന്റെ നേരത്തെ വ്യൂ. ഗൈസ്, കുറച്ച് ദൂരത്തേക്കൊക്കെ നോക്കി കഴിഞ്ഞാല് നമുക്ക് അവിടെ ഒരു പൂക്കൊണ്ടുള്ള ഒരു തട്ടുതട്ടാക്കി ഉണ്ടാക്കി കാണാം. നമുക്ക് ഇവിടുന്ന് നോക്കിയാൽ കാണാം, ഇവിടെ എല്ലാ കുട്ടികളും വീടിനും മറിയലൊക്കെയാണ്. ഫുള്ള് എൻജോയ് ആണ്.
അപ്പൊ ഇവിടെ ഇങ്ങനത്തെ ഇൻഡോർ ചെടികളും ഉണ്ട്, ഓരോ ഇൻഡോർ വീടുകളായിട്ടുള്ള. അപ്പൊ ഇങ്ങനത്തെ ഇൻഡോർ ആയിട്ട് പല പല കുറെ വീടുകളുണ്ട് ഇവിടെ. അപ്പൊ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വേറെ വീഡിയോ വീണ്ടും കാണാം. ഗുഡ് ബൈ.